ഹായ്, നമുക്കിവിടെ ഒരു എക്സൽ ഷീറ്റ് ഉണ്ട്. ആ എക്സൽ ഷീറ്റിൽ ഡെബിറ്റിലും ക്രെഡിറ്റിലും, അതായത് നമുക്ക് ടോട്ടൽ എത്ര കൺട്രോൾ ഡൗൺ ആരോ പ്രസ് ചെയ്ത് എത്രയും നോക്കാം, 62,000-ഓളം ലൈനുകളുണ്ട്. ഇത്രയും ലൈനുള്ള ഈ ഡാറ്റയിൽ നമുക്ക് ഡെബിറ്റിലും ക്രെഡിറ്റിലും, ഡെബിറ്റിൽ ചില ഫിഗർ 0 ആണ്, അതല്ലെങ്കിൽ ക്രെഡിറ്റിൽ ചില ഫിഗർ 0 ആണ്. ഇങ്ങനെ ഡെബിറ്റിലും ക്രെഡിറ്റിലും 0 ആകുന്ന, അതായത് ടോട്ടൽ ലൈൻ വാല്യൂ, ലൈൻ ടോട്ടൽ 0 വരും. ഡെബിറ്റും ക്രെഡിറ്റും ആഡ് ചെയ്ത് 0. ഇവിടെ ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കാം. ഇത്തരം ലൈനുകൾ സെലക്ട് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കളയണം. അത് മാനുവലി നമുക്ക് ചെയ്യാമെന്ന് പറയുന്നത് പെട്ടെന്ന് വളരെ എളുപ്പമല്ല. അപ്പോൾ അതിനുള്ളൊരു ടെക്നിക്ക്, സോർട്ട് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെയാണ് നോക്കാം. കൺട്രോൾ ഹോം അടിച്ച് ടോപ്പിലേക്ക് പോകുന്നു. ശേഷം നമുക്ക് ഡെബിറ്റ് 0 അല്ലെങ്കിൽ ക്രെഡിറ്റ് 0 ആണ് വേണ്ടത്. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും കൂട്ടിയാൽ 0 ആയിരിക്കണം. വരുന്ന കോളമാണ്, റോസ് ആണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. നമുക്കവിടെ ഉദാഹരണത്തിന് ഫൈൻഡിങ് എന്ന് പറഞ്ഞിട്ടൊരു കോളം ടൈറ്റിൽ കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഡെബിറ്റ് പ്ലസ്, അതായത് E2 പ്ലസ് F2, ഡെബിറ്റ് പ്ലസ് ക്രെഡിറ്റ് എന്ന് ആഡ് ചെയ്യാം. E2 പ്ലസ് F2 ആഡ് ചെയ്യാം, എൻ്റർ ചെയ്യാം. അപ്പോൾ നമുക്ക് 450. അത് നമ്മൾ താഴോട്ട് വലിച്ച് കോപ്പി ചെയ്യാം. പക്ഷേ 62,000 ലൈൻ വലിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള മാർഗ്ഗമല്ല. അപ്പോൾ നമ്മൾ കൺട്രോൾ C അടിക്കും. ലാസ്റ്റ് ലൈൻ കൺട്രോൾ C അടിച്ചുകൊണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മെത്തേഡ്, നമ്മൾ സാധാരണ ഡബിൾ ക്ലിക്ക് ചെയ്താൽ പോകണം. പക്ഷേ ഡബിൾ ക്ലിക്ക് ചെയ്താൽ പോകണമെങ്കിൽ ലെഫ്റ്റിൽ ഡാറ്റ ഉണ്ടായിരിക്കണം. ഇത് ബ്ലാങ്ക് ആണ് ലെഫ്റ്റ് ഡാറ്റ ചില സ്ഥലങ്ങളിൽ. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മെത്തേഡ്, കൺട്രോൾ C ചെയ്തിട്ട് കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ സെലക്ട് ചെയ്ത്. പക്ഷേ അങ്ങനെ പോകുമ്പോൾ നമുക്കറിയാമില്ല എൻഡിലാണ്, അതായത് എൻഡ് പോയിൻറ്റിലേക്കാണ് പോകുന്നത് എക്സലിൻ്റെ. നമുക്ക് അത്രയും പോകണ്ട. നമുക്ക് ടോട്ടൽ ലൈനിൻ്റെ അത്ര വരെ വേണ്ട. അതിനുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിൽ വരിക, ഫസ്റ്റ് കോളത്തിൽ വരിക, കൺട്രോൾ ഡൗൺ ആരോ പ്രസ് ചെയ്യുക. കൺട്രോൾ ഡൗൺ ആരോ പ്രസ് ചെയ്താൽ 62,000 ലൈനിലുള്ള 62,000 എത്തി. നമുക്ക് വലത്ത് ഭാഗത്ത് വരുന്നു. വലത്ത് ഭാഗത്ത് അവിടെ വെറുതെ ഒരു മാർക്ക് ഇടുന്നു. ഫൈൻഡിങ്ങിൻ്റെ കോളത്തിൽ ഒരു എക്സ് മാർക്ക്, അവിടെ എൻഡ് പോയിൻ്റ് ഇടുന്നു. നമ്മൾ കർസർ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾ താഴത്തേക്ക് കോപ്പി ചെയ്യുന്നു. ഇനി നമ്മൾ കൺട്രോൾ C അടിക്കുക. ലാസ്റ്റ് ലൈനിൽ പോയി കൺട്രോൾ C അടിക്കുന്നു. ശേഷം കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ പ്രസ് ചെയ്യുക. അവിടെ കൃത്യമായി എത്തുന്നുണ്ട്. ഇനി ഒരു എൻ്റർ അടിക്കുക. ഇത് കോപ്പിയായി, മൊത്തം കോളത്തിലേക്ക് കോപ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോളത്തിനെ ആൽഫബറ്റിക്കൽ സോർട്ട് ചെയ്ത് നോക്കാം. ഈ അസെൻഡിങ് ഓർഡറിൽ, അതായത് ഫൈൻഡിങ് എന്ന് പറയുന്ന കോളത്തിനെ അസെൻഡിങ് ഓർഡറിൽ സെലക്ട് ചെയ്ത് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 ഒക്കെ ടോപ്പിൽ വരും നമുക്കറിയാം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം, സോർട്ട് ചെയ്ത് നോക്കാം. ഡാറ്റയിൽ സോർട്ട് പോവുക, ടൈറ്റിൽ ഫൈൻഡിങ് കൊടുക്കുക, ഓക്കെ അടിക്കുക. 62,000 ലൈനുണ്ട്. അത് നമുക്ക് അറിയാൻ വന്നിട്ടുണ്ട്. പക്ഷേ ഈ എക്സൽ ഫയലിൻ്റെ നമുക്ക് കിട്ടിയിരിക്കുന്ന സോർട്ട് ഓർഡർ ഉണ്ട്. ഒരു പ്രത്യേക ഓർഡറിലാണ് കിട്ടിയിരിക്കുന്നത്. ആ ഓർഡർ തെറ്റി നമുക്കെന്താണ്, നമ്മൾ ഇതിപ്പോൾ 0 ഓർഡറിലാണ് നമ്മൾ മാറി. അതുകൊണ്ട് തന്നെ കൺട്രോൾ Z അടിക്കുക. നമുക്കത് അനങ്ങാൻ പാടില്ല. നമ്മളൊരു ലൈൻ, ഒരു കോളം ഇൻസേർട്ട് ചെയ്തു. അവിടെ ഡീഫോൾട്ട് ഓർഡർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കോളം ഇൻസേർട്ട് ചെയ്യുന്നു. അതായത് നമുക്ക് ഇതിന് ശേഷം നമുക്ക് ഈ ഓർഡറിലേക്ക് തന്നെ തിരിച്ചു വരണം. അതുകൊണ്ട് ഡീഫോൾട്ട് ഓർഡർ 1, 2 എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെലക്ട് ചെയ്തുകൊണ്ട് വലത്ത് അത് കോർണറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കൺട്രോൾ ഡൗൺ ആരോ പ്രസ് ചെയ്ത് പോയി നോക്കാം. 62,000 ലൈനും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഓർഡർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ഓർഡറിൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റും. ഇനി നമുക്ക് ഫൈൻഡിങ് എന്ന് പറയുന്ന കോളത്തിൻ്റെ ഓർഡറിലേക്ക് നമ്മൾ സോർട്ട് ചെയ്യുന്നു. ഫൈൻഡിങ് സെലക്ട് ചെയ്യുന്നു, ഓക്കെ അടിക്കുന്നു. ഇനി നമ്മൾ കിട്ടി. ഇനി നമ്മൾ 0 ഉള്ളത് മുഴുവൻ സെലക്ട് ചെയ്യാം. കൺട്രോൾ ഷിഫ്റ്റ് പേജ് ഡൗൺ പ്രസ് ചെയ്ത് താഴോട്ടേക്ക് പോകാം, അതിൽ മാനുവലി പോകാം. ശേഷം ഡിലീറ്റ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് റോ. ശേഷം നമുക്ക് ഡീഫോൾട്ട് ഓർഡർ വൈസ് ഡീഫോൾട്ട് ഓർഡറിൻ്റെ രീതിയിൽ വീണ്ടും സോർട്ട് ചെയ്യുക. ഡീഫോൾട്ട് ഓർഡർ അപ്പം മുമ്പ് എങ്ങനെയാണോ ഉണ്ടായതിന് അതേ ഷീറ്റിലേക്ക് അതേ മെത്തേഡിൽ തന്നെ വരും. അതേസമയം 0 ഡെബിറ്റിലോ ക്രെഡിറ്റിലോ 0 ഉള്ള എല്ലാ റോവും ഡിലീറ്റ് ആയിപ്പോയി. ആവശ്യമുള്ളത് നമ്മൾ പ്രത്യേകം ആഡ് ചെയ്ത ഫൈൻഡിങ് എന്ന് പറയുന്ന കോളം ഡിലീറ്റ് ചെയ്ത് കളയുക. അതുപോലെ തന്നെ ഡീഫോൾട്ട് ഓർഡർ നമുക്ക് ആവശ്യമില്ലാത്തൊരു കോളമാണ്, ആ കോളം ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ ഫയലുണ്ട്. അതേസമയം ഡെബിറ്റിലോ ക്രെഡിറ്റിലോ 0 ഉള്ള എല്ലാ ലൈനും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഈ ഒരു ടെക്നിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.